ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് ഉത്രാട ദിനമാണ്, സെപ്റ്റംബർ 4th. അത് ഉത്രാടം മാത്രമല്ല, എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ നമ്മൾ രാവിലെ ഇപ്പം 3:30 ആയിട്ടുണ്ട്. രാവിലെ ഞാനും അമ്മയും അമ്മയുടെ ഫ്രണ്ടിൻ്റെ മോളും ഒക്കെ എല്ലാവരും കൂടിയിട്ട് ഞാൻ അതിൻ്റെ ഏതെങ്കിലും ഫോട്ടോ ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം. രാജരാജേശ്വരി അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഒരു എന്താ പറയുക, എന്തായിരുന്നു എവിടത്തേക്കുന്നു, മാവേലി കെട്ടാൻ വേണ്ടിയിട്ട് അച്ഛന് എല്ലാ കൊല്ലവും ഉണ്ടാവുന്നതാണ് പരിപാടി. അപ്പോൾ അങ്ങനെ പോയിട്ടാണത്. അച്ഛൻ എപ്പോഴാണ് വരികയെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി ഞാനും അമ്മയും ഞാനും കണ്ണാട്ടിനും ബേയും ആരും നമ്മൾ 3 ആളും അമ്മേനെയും അച്ഛനെയും വിഷ് ചെയ്തിട്ടൊന്നുമില്ല. അതിന് അമ്മക്ക് ഭയങ്കര സങ്കടമുണ്ട്. എല്ലാവരും വിളിച്ചിട്ട് എല്ലാവരും മറന്നുപോയി, എൻ്റെ ഇത് മറന്നുപോയി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എൻ്റെയും കണ്ണാട്ടിൻ്റെ മുന്നിലെല്ലാം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് അത്ര മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നലെ ഞാനും കണ്ണാട്ടിനും പോയിട്ട് അമ്മയ്ക്കൊരു സാരിയും പിന്നെ ഒരു ചുരിദാറും ഒരു ടോപ്പ്, സ്റ്റുഡിയോന്ന് ഒരു ടോപ്പും എടുത്തിട്ടുണ്ടായിരുന്നു. സാരി അവിടെ കാണുമ്പോൾ അടിപൊളിയായിരുന്നു. പക്ഷേ ഇപ്പം ഇവിടുന്ന് ഇങ്ങനെ എത്തിയാൽ എനിക്കൊരു ഇതുണ്ട്. പക്ഷെ നല്ല രസമുണ്ട്. അമ്മയ്ക്ക് അതൊക്കെ ഇഷ്ടമായിട്ടില്ലെങ്കിൽ മാറ്റാമെന്നുള്ള എല്ലാ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അച്ഛന് നല്ലൊരു പച്ച ഷർട്ടും ഒരു വൈറ്റ് പാൻറ്റ്, വൈറ്റ് അല്ല ഓഫ് വൈറ്റ് അങ്ങനത്തെ ഒരു പാൻസും എടുത്തിട്ടുണ്ട്. അതേപോലെ അമ്മയ്ക്കും മഞ്ഞയും പച്ചയും ഇതായിട്ടുള്ളതാണ്. പിന്നെ ടോപ്പ് വന്നിട്ടൊരു വൈറ്റ് ആയിരുന്നു. അപ്പം അതൊക്കെ ഞാൻ പാക്ക് ചെയ്ത് ഇന്നലെ നമ്മൾ പോയിട്ട് എല്ലാം എടുത്തിട്ട് ഇവിടത്തേക്ക് കൊണ്ടുവന്നു. ഇവിടുന്ന് ഇന്ന് രാവിലെ ഞാൻ ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് തിരിച്ച് വരുമ്പോൾ ഞാൻ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് ഒരു പോപ്പറും കാര്യങ്ങളും എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. കണ്ണൻ കണ്ണൂർ പോയിട്ടുള്ളത്. ഇനി കണ്ണട്ടൻ വരുമ്പം തിരിച്ച് വരുമ്പം കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങി സെറ്റ് ചെയ്യും. ഒന്നുമില്ല, അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ശിവയും ഉണ്ട്. അതേപോലെ ഷള്ളേൻ്റെയും ജിനിയേച്ചിനെയും ഞാൻ വിളിച്ചിട്ടുണ്ട്. വേറെ ആരുമില്ല. പിന്നെ തേജോട്ടനും അപ്പോട്ടനും വേണ്ടേട്ടനൊക്കെ സ്ഥിരമുള്ളതാണ്. അതുകൊണ്ട് അവരെ പ്രത്യേകിച്ച് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരെന്തായാലും വന്നോളും. ഇന്ന് പ്രത്യേകിച്ച് അപ്പോട്ടൻ്റെ ഏട്ടനുണ്ട്, ഒരു പുതുമുഖം ഉണ്ടാവും. അപ്പം അവരൊക്കെ വിളിച്ചിട്ട് അമ്മ വിളിക്കുന്നുണ്ട്. സൗണ്ട് ഇല്ല ഗൈസ്. ഓക്കെ, എന്നാൽ ഇനി നോർമൽ ഡേ പോലെ എടുക്കാവട്ടെ. അല്ലെങ്കിൽ വേണ്ട ഇവിടുന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, അച്ഛൻ വന്നിട്ടുണ്ട്. രാത്രി ആയിട്ടുണ്ട്, 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കേക്കൊക്കെ വാങ്ങി സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഗൈസ്, ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോസ് ഇപ്പം യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കലില്ല. അപ്പം ഇന്ന് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഡൗട്ട് അടിക്കുമെന്ന് വെച്ചാൽ ഞാൻ അന്ന് വൈകുന്നേരം ആ ഒരു വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തതേ ഇല്ല. പ്രത്യേകിച്ചൊന്നുമില്ല. കേക്ക് വാങ്ങി സെറ്റ് ചെയ്തു, പോപ്പർ കാര്യങ്ങളൊക്കെ ചെയ്ത്, പിന്നെ ഗിഫ്റ്റ് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതേ ഉള്ളൂ. പിന്നെ ഈ കാണുന്ന ബോയ്സൊക്കെ ഞങ്ങളുടെ കസിൻസും കൂടിയാണ്. ഫ്രണ്ട്സ് കൂടി കസിൻസാണ് എല്ലാവരും. നമ്മൾ ഒരേ MT തറവാടാണ്. അപ്പം ഇവരൊക്കെയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, കേക്ക് ഒരുക്കുകയാണ്. മെഴുകുതിരിയൊക്കെ വെച്ച് സെറ്റ് ചെയ്യുകയാണ്. അമ്മയും അച്ഛനും ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പം ഈ കുട പിടിച്ചതാണ് അപ്പോട്ടിൻ്റെ ഏട്ടൻ അമ്പുടു. ജീത്ത് എന്നാണ് കേട്ടോ പേര്. പിന്നെ ഇത് തേജുവേട്ടൻ, ബാക്കിയുള്ള എല്ലാവരും അറിയാം. പിന്നെ ശ്രാവണേട്ടനുണ്ട് എക്സ്ട്രാ വേറെ വന്നത്. അപ്പോൾ ഓരോ 2 ആളുമാണ് കുറച്ചൊരു പുതുമുഖമായിട്ടുള്ളത്. ബാക്കി എല്ലാവരും പഴയ ആൾക്കാർ തന്നെയാണ്. അപ്പം ഡ്രസ്സൊക്കെ ചെയ്ത് എല്ലാവരും വന്നിട്ടുണ്ട്.
ആദ്യം പൂതണോ കണ്ട പദ മദ പഗരെ സസാരെ ഗമ പദ മദ പഗരെ സസാരെ ഗമ വിളിച്ചിട്ട് അമ്മേനെ അനിയത്തി അപ്പം ഗൈസ് എല്ലാവരും വന്ന് കളറാക്കി അടിച്ച് പൊളിച്ച് നമ്മൾ പിന്നെന്താ ടൈമിന് വിളിക്കാറില്ല, ടൈം കഴിച്ചിട്ടാണ് വിളിക്കാറ്. ബിസി ആയിരുന്നു, ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അമ്മ പറയുവാണ് നമ്മൾ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം. അപ്പം വിളിച്ചപ്പം ഒന്നും പറഞ്ഞില്ല, അതിൻ്റെ സങ്കടം പെരുവൊക്കെ അമ്മ പറയുവാണ്. അപ്പോൾ ഇവർക്ക് അങ്ങനെ ഇങ്ങോട്ടേക്ക് പറയണമെന്നുണ്ട്, പക്ഷെ ഞാനും കർണാടനും ചെറുതായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ഒന്നും മിണ്ടിയില്ല. അതൊക്കെ ഇങ്ങനെ പരാതിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.